കോമേഴ്സ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്, വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ നാളെ ഓണ പരീക്ഷയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെറ്റർ എഴുതാൻ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. നോക്കിയേ, ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ര എന്ന് പറയും, ഖത്ത് എന്ന് പറയും, ചിട്ടി എന്ന് പറയും. ഇങ്ങനെയുള്ള എല്ലാ പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ഈ ലെറ്റർ അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ചിട്ടി, ഖത്ത്, പത്ര അല്ലേ. ഓക്കെ, അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർമാറ്റ് മാത്രം എഴുതിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്കോളം കിട്ടും? 2.5 മാർക്കോളം കിട്ടും. 4 മാർക്കിൽ 2.5 മാർക്കോളം വെറുതെ കിട്ടാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഇത് പഠിച്ചിട്ട് പോവുക. ഒരു വരി പോലും മറക്കാതെ എന്ത് ചെയ്തോളാം? എഴുതിക്കോളാം കേട്ടോ. ആദ്യം ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ ബോക്സ് വരയ്ക്കേണ്ടത് വളരെ നിർബന്ധമാണ്. ബോക്സ് വരച്ചിട്ട് നല്ല വൃത്തിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നോക്കിക്കോളാം, ആദ്യം സ്ഥാനം എഴുതുക, പ്ലേസ് എഴുതണം, പിന്നെ ഒരു ഡേറ്റ് എഴുതണം. സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും സ്ഥാനം എന്ന് തന്നെ എഴുതി വെച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതി വെക്കുക. ഏത് സൈഡിലാണ് എഴുതേണ്ടത് എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് പ്രിയമിത്ര, നമുക്ക് മിത്രിന് മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിന് മാത്രമേ കത്ത് എഴുതാനുണ്ടാവുള്ളൂ, വേറെ ആർക്കും എഴുതാനുണ്ടാവില്ല. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അച്ഛന്, അങ്ങനത്തെ കത്തുകളെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഫ്രണ്ട്ലി ലെറ്റർ മാത്രമേ നമുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്? പ്രിയമിത്ര, പ്രിയപ്പെട്ട മിത്രമേ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് എന്താണ്? തും കേസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? നിനക്ക് സുഖമാണോ? മേ യഹാ ടീക് ഹൂ, ഞാൻ എന്താണ്? വളരെ സുഖത്തിലാണ്, ഞാനിവിടെ നല്ലതുപോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇതങ്ങനെ പഠിച്ചു വെക്കണേ. മേ പത്ര, ഞാൻ ഈ ഒരു കത്ത് ഏക്ക് ഒരു വിശേഷ ബാത്ത് ബത്താനെ കേലിയെ ലിഖ് രഹാ ഹോ, ഒരു വിശേഷപ്പെട്ട കാര്യം എന്താണ്? ബത്താനെ കേലിയെ, പറയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫ് തിരിച്ചിട്ട് എന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ. സെക്കൻഡ് പാരഗ്രാഫിൽ കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പേ ബ്ലാ 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 ബ്ലാ, എന്താണോ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ എന്താണോ അവരോട് പറയാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്ത് എഴുതാം. കുറച്ച് ദിവസം മുമ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി തുടങ്ങുക. അതാണ് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. സെക്കൻഡിൽ നിങ്ങൾ ഇത് എഴുതണം, ഫസ്റ്റിൽ ഇതാണ് എഴുതേണ്ടത്. അവസാനത്തത് ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. നോക്കിക്കേ, അവസാനം തേർഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതണം? സബ്കോ, എല്ലാവരോടും മേരാ പ്യാർ ഗഹദേന, എൻ്റെ ഇഷ്ടം അറിയിക്കണം എന്ന് നമ്മൾ പറയണം. അത് കഴിഞ്ഞിട്ട് എന്താണ്? ജവാബി പത്ര, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജവാബി പത്ര എന്ന് വെച്ചാൽ എന്താണ്? മറുപടി കത്താണ് അല്ലേ. അപ്പം എന്താണ്? മറുപടി കത്തിൻ്റെ പ്രതീക്ഷ കരാഹും, പ്രതീക്ഷിക്കുന്നുണ്ട്. മറുപടി കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തേർഡ് പാരഗ്രാഫ് നിങ്ങൾ നിർത്തുക. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ പാരഗ്രാഫ് തിരിച്ചെഴുതാൻ വേണ്ടി നോക്കുക. അവസാനം തുമാരാ മിത്ര, നിന്റെ സ്വന്തം സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ പേര് ഇവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഇത്. സേവാമേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കത്ത് അയക്കുമ്പോൾ ഒരു അഡ്രസ്സ് വേണമല്ലേ. അയക്കുന്ന ആളുടെ എന്താണ്, ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് നമ്മുടെ കയ്യിൽ വേണം. അത് നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. ഇത് നമ്മുടെ കത്തിൻ്റെ പുറത്ത് ആണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതൊരു ബോക്സിലിട്ട് വെക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഒരു ബോക്സിലിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? സേവാമേ എന്ന് വെച്ചാൽ എന്താണ്? ടു, ആർക്കാണ് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. നാം, നെയിം എഴുതുക. പത്ത എന്ന് വെച്ചാൽ അഡ്രസ്സാണ്. ഇനി നെയിമും അഡ്രസ്സും ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ ഹിന്ദിയിൽ എന്താണ്? നാം, പത്ത എന്ന് മാത്രം എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കില്ലല്ലോ, സെറ്റാക്കില്ലേ? അപ്പോൾ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ലെറ്റർ എഴുതാൻ നോക്കുക. കാരണം എന്താണ്? ഫോർമാറ്റിന് മാത്രം മാർക്ക് കിട്ടുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ബൈ.